വെറും 4,15,000 രൂപയ്ക്ക് അൽഹിന്ദിൽ നിന്നും ഹജ്ജിന് പോവാമെന്ന് കേട്ടല്ലോ, ശരിയാണോ? വിശ്വാസികളുടെ സ്വപ്നമായ ഹജ്ജ് ഒരു പുണ്യകർമ്മമായിട്ടാണ് അൽഹിന്ദ് കാണുന്നത്. അതുകൊണ്ട് തന്നെ 33 വർഷമായി അൽഹിന്ദ് രംഗത്ത് സജീവമാണ്. 4,15,000 രൂപ മാത്രമാണ് ഈ ഹജ്ജിന് വരുന്നത്. പിന്നെ 20,000 രൂപ ടാക്സും 20,000 രൂപ GSTയും കൂടെ 4,60,000 രൂപ വരും. അതിൽ ടാക്സ് 20,000 രൂപ റീഫണ്ട് തിരിച്ചു വന്നതിന് ശേഷം കിട്ടും. 4,40,000 രൂപയാണ് ശരിക്കും GST ഉൾപ്പെടെ ഈ ഹജ്ജിന് വരുന്നത്. ഗവൺമെന്റ് കൊണ്ടുപോകുന്ന ഹജ്ജ് യാത്രക്കാർക്ക് ഉള്ളതിനേക്കാളും ഫെസിലിറ്റിയാണ് അൽഹിന്ദ് കൊടുക്കുന്നത്. സോൺ 4 കാറ്റഗറി D ആണിത് വരുന്നത്. 48 പേർക്ക് ഒരു അമീർ, കേരളീയ ഭക്ഷണം ഉൾപ്പെടെയാണ് 4,17,250 രൂപ വരുന്നത്. GST 20,862, ടാക്സ് 21,905, 4,60,000 രൂപയാണ് ഇതിന് വരുന്നത്. പിന്നെ ദുൽഹജ്ജ് 1 ശേഷമാണ് യാത്ര. മക്ക അസീസിയൽ താമസം ദുൽഹജ്ജ് 30 വരെ. മദീനയിൽ മുഹറം 1 മുതൽ 8 വരെയാണ് എക്കണോമിക് പാക്കേജ് കൊടുക്കുന്നത്. 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ ഇതിന്റെ ബുക്കിംഗ് അവസരം. ജനുവരി 29, 2026 മുമ്പ് ഡോക്യുമെന്റും പേയ്മെന്റും അൽഹിന്ദിന് കിട്ടിയിരിക്കണം. ഗവൺമെന്റിൽ അപേക്ഷിച്ചിട്ട് അവസരം കിട്ടാതെ നിരാശരായി കഴിയുന്നവർക്കൊരു സന്തോഷ വാർത്തയായിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത്. ഗവൺമെന്റിൽ ബുക്ക് ചെയ്ത് വർഷങ്ങളോളം കാത്തിരിക്കുന്നവരുണ്ട്. കാരണം എല്ലാവർക്കും ഒരുപോലെ സാമ്പത്തിക സംവിധാനം ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. ഹജ്ജ് ചെയ്യണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പോയിട്ട് നേരിട്ടുള്ളൊരു അസ്സലാമു അലൈക്കും പറയണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതിനുള്ള സാമ്പത്തികം ചിലപ്പോൾ 5 ലക്ഷം 6 ലക്ഷം 7 ലക്ഷം ഉണ്ടാവണമെന്നില്ല. ഇത് ഗവൺമെന്റിന്റെ കൂടെ ഹജ്ജിന് പോകാൻ ആളുകൾ ആഗ്രഹിക്കുന്നത് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹജ്ജ് എന്നുള്ളതാണ്. അതിലും കുറഞ്ഞ എമൗണ്ടും അതിനെക്കാട്ടും ഫെസിലിറ്റിയും. ഭക്ഷണം 48 പേർക്ക് വെച്ച് ഒരു അമീർ, ഇതെല്ലാം അൽഹിന്ദ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം 24 മണിക്കൂർ മാത്രമാണ് ഇത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ഡോക്യുമെന്റ്സും പേയ്മെന്റും ജനുവരി 29 വൈകുന്നേരം 6 മണിക്ക് മുമ്പ് നമ്മുടെ അൽഹിന്ദിൽ എത്തിയിരിക്കണം.